ഇതാണ് ബാലാമണി. പഠിപ്പും പത്രാസും പണമൊന്നുമില്ല. ജന്മം കൊടുത്തവര് ഉപേക്ഷിച്ചിട്ട് പോയ അനാഥ പെണ്ണ. ഇവിടെ വാ. ഇവൻ ഇവളെ ഇഷ്ട, ഇവൾക്ക് ഇവനെ. അതൊരു തെറ്റായിട്ട് നിങ്ങളിൽ ചിലർക്ക് തോന്നുന്നുണ്ടാവും. എല്ലാം കാണുന്ന ഭഗവാന്റെ കണ്ണില് ഇവർ രണ്ടും തെറ്റുകാരല്ല. ഈ കുട്ടികളെ ഒരുമിച്ച് ജീവിക്കാൻ വിട്ട ഇടിഞ്ഞു വീഴാൻ പോണത് എന്തായാലും എനിക്ക് കാര്യമല്ല. ഇതെന്താ തീരുമാന? ആർക്കെങ്കിലും എതിര് പറയാനുണ്ടോ? വല്ലതും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഞാനിത് നിശ്ചയിച്ചു കഴിഞ്ഞു. എനിക്ക് എന്റെ അമ്മ മാത്രം കൂടെ ഉണ്ടായാൽ മതി. ഞാനിത് നടത്തും. എല്ലാവരും വഴി മാറി കൊടുക്കുക. ഇനി എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. ജന്മം കൊണ്ടല്ലെങ്കിലും എന്റെ മോളാ അവള്. അമ്പലപ്പാട്ടുകാർക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ മതി. ഒരു ദയ കാട്ടീന്ന് നാളെ ആരും പറയാൻ നിൽക്കണ്ട. ഇനി യോഗ്യതയുടെ കാര്യത്തില് അമ്പലപ്പാട്ട കുട്ടി എന്റെ മോളുടെ മുമ്പിൽ ചെറുതാണെന്ന് തന്നെ വിശ്വസിച്ച് ഞാൻ അവളുടെ കൈ പിടിച്ചേൽപ്പിക്കൂ. എന്താ കേശവ, കല്യാണം നിശ്ചയിച്ചു, അതവിടെ നിൽക്കട്ടെ. അത് നിശ്ചയിച്ച് ഉറപ്പിക്കുകയും ചെയ്തു. ഇനി ഇതിനിടയിൽ ആരും ഉടക്കു വർത്താനം പറയാൻ മുന്നോട്ട് വരരുത്. പിച്ചാത്തിപ്പൊടി കഴിച്ച് തുണിമണി അടക്കം തൂത്തുവാരി പറക്കി പൊക്കിക്കളയും ഞാൻ. കുമ്പടി അല്ലടോ, ശശി ശശി പാലാരിവട്ടം. എടോ കോപ്പേ, 14 ക്രിമിനൽ കേസിൽ പ്രതിയാണ് ശശി. 14 അല്ല 15, 15. ഈ കുമ്പടി കളിയാണ് ഇന്നത്തോടെ നിർത്തി. ഇനി കല്യാണം നടത്തി കഴിഞ്ഞിട്ടേ ശശിക്ക് മറ്റു കാര്യമുള്ളൂ. ആരെങ്കിലും ഉണ്ടോ എതിർക്കാൻ? മതിയടോ. ഓക്കെ, എന്താ എല്ലാവരും മേടിച്ചു നിൽക്കണേ? മുഹൂർത്തം 10:30. കല്യാണത്തിന് പങ്കെടുക്കാൻ താല്പര്യമുള്ളവര് വേഗം അങ്ങോട്ട് വരും. എന്തിനാ നോക്കിയിരിക്കണേ? പോവാം, വാ. കഴിഞ്ഞിട്ട് അകത്ത് കയറി തൊഴാന്നുള്ള പരിപാടി നടക്കില്ല. ഡൽഹിയിൽ നിന്ന് ഏതോ VVIP വന്നിരിക്കുന്നു, സെഡ് കാറ്റഗറി. അകത്ത് ആരെയും കയറ്റി വിടുന്നില്ല. വിഷമിക്കണ്ട, ഗുരുവായൂരപ്പൻ എന്നും വിടണ്ടല്ലേ, നമുക്ക് വരാന്നേ. താലികെട്ടിന് മുമ്പ് തിരക്കും ബഹളം കാരണം തൊഴലും നടന്നില്ല. ഇനിയിപ്പോ പാവം അവൾക്ക് സങ്കടം ഉണ്ടാവും. സാരില്ല മോളെ, രണ്ടുപേരും പോയി പുറത്തു നിന്ന് തൊഴുതാ മതി. ആരായി വരുന്നേ? എന്തായാലും കുറെ തീ തിന്നെങ്കിലും രണ്ടുപേരുടെയും മനസ്സുപോലെ ഭഗവാൻ ഒരുമിച്ച് ചേർത്തല്ലോ. നല്ല ആളാ. എന്താ കല്യാണക്കാരാഞ്ഞ്? ഉണ്ണിയും കണ്ടില്ല. എന്താ മോനെ പറയാ, ഞാൻ ഒരുങ്ങി തയ്യാറായതാ. അപ്പോഴുണ്ട് അവന് പൊള്ളുന്ന പനി. പനിന്ന് വെച്ചാ വിറയ്ക്കാ കുട്ടി. ഞാൻ പോയി ഉണ്ണിയെ കാണട്ടെ. ഉണ്ണിയേട്ടാ. അമ്മേ, ഇതാര് കല്യാണ പെണ്ണോ? എന്റെ പനി കാരണം അമ്മയ്ക്കും കൂടാൻ പറ്റിയില്ല കല്യാണത്തിന്. വൈകുന്നേരം ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. വന്നിട്ട് ഇത്രയും ദിവസം ആയെങ്കിലും അമ്മയുടെ ഡിയറസ്റ്റ് ഫ്രണ്ട് ബാലാമണിയെ ഒന്ന് കാണാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ആദ്യം കണ്ട തീവ്ര എന്താ പറയേണ്ടത്? ഇംഗ്ലീഷിലായാൽ ഹാപ്പി മാരീഡ് ലൈഫ് എന്നൊക്കെ ഫോർമലായി പറയാം.
പിന്നെ എന്തു പറ്റി? അമ്മേ, ഞാൻ കണ്ടിട്ടില്ല ഉണ്ണിയേട്ടൻ. എന്തായി പറയണേ? നമ്മൾ തമ്മിൽ ആദ്യമായിട്ടല്ലേ കാണണേ? എവിടെ മനു? എന്താ ബാല? ചാനുജി, ഇത് എവിടെ ഉണ്ണിയേട്ടൻ? ഉണ്ണിയല്ല ഇത്, ഇതല്ല. എന്താ അമ്മ ഈ ബാലാമണിക്ക്? ഇവിടുത്തെ ഉണ്ണിന്ന് പറഞ്ഞ ബാലാമണി മറ്റാരോ കണ്ടിരിക്കണു. ആരോ ഇയാളെ കളിപ്പിച്ചതാവും. ഉണ്ണി ഇന്ന് രാവിലെ കൂടി പറഞ്ഞു ആ കുട്ടി ഇതുവരെ കണ്ടിട്ടില്ല എന്ന്. എന്നെ പറ്റിക്കുക എല്ലാരും കൂടെ. എന്താ ബാല? എന്ത് പറ്റി? വാ മനുട്ട, വാ, എനിക്ക് മനസ്സിലായി. വാ മനുട്ട. എന്താ മോളെ?